ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചോദ്യത്തര രീതിയിൽ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ യൂസ്ഫുൾ ആകും, ഓർമ്മയിലൊക്കെ നിൽക്കും അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഞാൻ ഓപ്ഷൻ ചോദിക്കുന്നില്ല, ഓപ്ഷൻ ഇല്ലാതെ തന്നെ ആൻസർ വരുമോ എന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ് ആൻസർ, തൈറോയിഡ് ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏതാണ്? ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ എ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമേത്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമേതാണ്? സെറിബെല്ലമാണ്, സെറിബെല്ലം. സെറിബ്രവും സെറിബെല്ലും കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഇതിൻ്റെ ആൻസർ സെറിബെല്ലമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? DPT. അപ്പം ഡിപ്തീരിയ, പെർട്യൂസിസ്, പിന്നെന്താ ടെറ്റനസ്, വില്ലൻ ചുമ. അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാന്ന് പറയുമ്പോൾ ഇവിടെ ഡിപ്തീരിയ, ടെറ്റനസ്, പോളിയോ, വില്ലൻ ചുമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെല്ലാത്താണ് അതില്ലാത്തത്? പോളിയോ അല്ലേ. അടുത്തത്, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയി പാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ഏത് രോഗമാണ്? തിമിരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതെല്ലാം തന്നെ മോഡൽ ക്വസ്റ്റ്യൻ കേട്ടോ, പരീക്ഷ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ശ്വേതരക്താണുക്കൾ. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഏത് ഗ്രന്ഥിയാണ്? തൈറോയിഡ് ഗ്രന്ഥി. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം ഏതാണ്? ആഗോള താപനം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്ത രോഗം ഏതാണ്? റിക്കറ്റ്സ് അഥവാ കണം. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചെറിയൊരു വീഡിയോ ആയിരുന്നു, അറിയാത്തുണ്ടെങ്കിൽ പഠിക്കുക. താങ്ക്